മുഖ്യ പ്രഭാഷണം ശ്രീ സന്ദീപ് വാര്യർ അവർ. ബഹുമാനായിട്ടുള്ള അധ്യക്ഷൻ, തൃക്കൊടിയൂർ ദേവസ്വം ഭരണസമിതിയുടെ ഉപാധ്യക്ഷനായ ശ്രീ ആർ പുരുഷോത്തമൻ നിതാൻ, സ്വാഗതം ആശംസിച്ച തൃക്കൊടിയൂർ ദേവസ്വം ഭരണസമിതിയുടെ ഖജാൻജിയായ ശ്രീ സി അനിൽകുമാർ, വേദി സന്നിഹിതനായിട്ടുള്ള ശ്രീ കെ സോമൻപിള്ള, തൃക്കൊടിയൂർ ദേവസ്വം ഭരണസമിതിയുടെ ജനറൽ സെക്രട്ടറി, ശ്രീ ശശിധരൻ ആചാരി, ഈശ്വര പ്രാർത്ഥന നടത്തിയിട്ടുള്ള സാന്ദീപനി ബാലഗോകുലത്തിലെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ, ബഹുമാന്യരായിട്ടുള്ള ശ്രോതാക്കൾ, അമ്മമാർ, കുഞ്ഞുങ്ങൾ, ഏവർക്കും സാദര നമസ്കാരം. വിലങ്ങര തൃക്കുഴിയൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടിക്ക് സംസാരിക്കാൻ വരണമെന്ന് പറഞ്ഞ് എന്നെ ആദ്യം വിളിച്ചത് ഈ പ്രദേശത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായിട്ടുള്ള പ്രിയ സുഹൃത്ത് ശ്രീ സുരേഷായിരുന്നു. അദ്ദേഹവുമായി വളരെ ദീർഘകാലത്തെ എന്ന് പറയാൻ ഒരു വലിയ പരിചയമുണ്ട്. ഞാൻ ചോദിച്ചു, ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഞാനൊരു ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടുമില്ല, താങ്കൾ വരണം എന്നുള്ളത് അവിടെ ആളുകളുടെ ആവശ്യമാണ്, ആഗ്രഹമാണ്, അതുകൊണ്ട് വരണം, നിർബന്ധമായിട്ടും വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് കാലത്ത് 5 മണിക്ക് തൃശ്ശൂരിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. വരുന്ന വഴിക്ക് തൃപ്പൂണിത്തുറയിൽ പൂർണ്ണത്രയീശനെ കണ്ട് തൊഴുതു. അതിനുശേഷമാണ് ഇങ്ങോട്ട് എത്തുന്നത്. ഇവിടെ കടന്നു വന്നപ്പോ മനസ്സിന്റെ ഉള്ളിൽ എന്തില്ലാത്തൊരു സന്തോഷവും നല്ല ഒരു അനുഭൂതിയുമാണ് ഉണ്ടായത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രവും ക്ഷേത്ര പരിസരവും. ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ അനിൽകുമാർജി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ വിശദമായി തന്നെ സൂചിപ്പിച്ചു. ഈ പ്രദേശത്തെ ഭക്തരായിട്ടുള്ള ആളുകൾ, വിശ്വാസികൾ, അവർ നേരിട്ട് നടത്തുന്ന ഈ ക്ഷേത്രമാണ്.
കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ ക്ഷേത്രത്തെ ഇത്ര മനോഹരവും അതുപോലെ തന്നെ മികച്ച പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രവുമാക്കി നിലനിർത്താൻ ഇവിടുത്തെ നാട്ടുകാർ കാണിക്കുന്ന ആത്മാർത്ഥത, ഇതെല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. എന്തു വില കൊടുത്തും ഈ ഉത്സവം നടത്തും എന്നൊരു ദൃഢനിശ്ചയം ഈ പ്രദേശത്തുകാർക്ക് ഉണ്ടെന്ന് പറയുന്നത് കേട്ടപ്പോ വലിയ സന്തോഷവും തോന്നി. കാരണം ക്ഷേത്രോത്സവങ്ങൾ നടക്കാൻ പോലും വലിയ വിലക്കുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ക്ഷേത്രോത്സവങ്ങളിൽ പങ്കെടുത്ത ഒരാളാണ്. ഈ കോവിഡ് മഹാമാരിയുടെ കാലത്തിന് ശേഷം ഇപ്പോഴാണ് ക്ഷേത്രങ്ങളൊക്കെ വീണ്ടും ഉത്സവങ്ങളൊക്കെ തുടങ്ങി പഴയ നിലയിലേക്ക് തിരിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസം ശിവരാത്രിക്ക് വടക്കുന്നാഥന്റെ സന്നിധിയിലാണ് രാത്രി മുഴുവൻ ഉണ്ടായിരുന്നത്. അന്ന് തന്നെയായിരുന്നു ഉത്രാളിക്കാവിലെ പൂരവും. അതിന് കുറച്ചു ദിവസം മുമ്പാണ് ഗുരുവായൂർ ഉത്സവം ഉണ്ടായത്. അന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ 2 വർഷക്കാലം നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയായ ഈ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ള ക്ഷേത്ര വിശ്വാസികളുടെ, ഉത്സവപ്രേമികളുടെ ഒക്കെ വലിയ തോതിലുള്ള വർദ്ധിച്ച പങ്കാളിത്തമാണ് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. വലിയ ആവേശത്തോടു കൂടിയുള്ള പങ്കാളിത്തം. 2 വർഷക്കാലമായി നമുക്ക് എന്താണോ നഷ്ടപ്പെട്ടിരുന്നത് അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു വ്യഗ്രത എല്ലായിടത്തും കാണാൻ സാധിക്കും. ഈ 2 വർഷക്കാലം വാസ്തവത്തിൽ നമ്മുടെ ക്ഷേത്ര ഭരണസമിതികളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാലഘട്ടമായിരുന്നു. ഈ മഹാമാരിയുടെ കാലം പോട്ടെ, അതല്ലെങ്കിൽ തന്നെ ക്ഷേത്രോത്സവങ്ങൾ തടസ്സപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് മുഴുവൻ ചെയ്യുന്ന കുറെ ആളുകളുള്ള ഒരു സ്ഥലത്താണ് നമ്മളൊക്കെ താമസിക്കുന്നത്, കേരളത്തിൽ. ഈ കഴിഞ്ഞ ദിവസം ഒരു യാത്രക്കിടെ വരുന്ന സമയത്ത് കുറച്ച് ചെറുപ്പക്കാര് ഭക്ഷണം കഴിക്കാൻ കയറിയ സമയത്ത് കുറച്ച് ചെറുപ്പക്കാര് വന്ന് കണ്ടു. അവർ ഫോട്ടോ എടുത്ത് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ വെടിക്കെട്ട് ഫാൻസ് അസോസിയേഷന്റെ ആളുകളാണ്. ഞാൻ വെടിക്കെട്ടിന് ഫാൻസോ? അതെ, ഞങ്ങൾ വെടിക്കെട്ട് ഫാൻസ് അസോസിയേഷന്റെ ആളുകൾ. എന്താ കാരണം? അല്ല, ചേട്ടൻ ഇടപെടേണ്ട ഒരു വിഷയമുണ്ട്. ഞാനത് അത്ര ഒരു വലിയ പ്രശ്നമായിട്ട് കരുതിയിരുന്നില്ല. അവർ പറയുന്നത്, ചേട്ടാ കേരളത്തിൽ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന വെടിക്കെട്ടിന് വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുകയാണ്. ആ വെടിക്കെട്ട് നടത്താൻ അധികൃതർ അനുവദിക്കുന്നില്ല, അനുമതി ലഭിക്കുന്നില്ല. വലിയ തോതിലുള്ള മാനദണ്ഡങ്ങൾ പറയുകയാണ്. ഞാൻ വരുന്നത് പാലക്കാട് ജില്ലയിലാണ്, താമസിക്കുന്നത് തൃശ്ശൂരാണ്. കേരളത്തിൽ വെടിക്കെട്ട് കൈവരുന്ന പ്രയോഗങ്ങളുടെ ഒരു കേന്ദ്രമാണ് ഞങ്ങളുടെ പാലക്കാട് തൃശ്ശൂർ ജില്ലകൾ. ഇതൊരു വികാരമാണ്. അങ്ങനെ ഇപ്പൊ വെടിക്കെട്ട് നടത്തണ്ട, കൈമരുന്ന് പ്രയോഗം നടത്തണ്ട, ഇനി അങ്ങനെ നിങ്ങൾക്ക് നടത്തണമെങ്കിൽ ചൈനീസ് പടക്കങ്ങൾ വാങ്ങി നടത്തിക്കോ എന്നാണ് അധികൃതർ പറയുന്നത്. അപ്പോഴാണ് എനിക്കിതിന്റെ അപകടം മനസ്സിലായത്. പണ്ട് കാലത്ത് ഈ കരിമരുന്ന് പ്രയോഗം, വെടിക്കെട്ട് എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കുമ്പോ ആരാ പടക്കം ഉണ്ടാക്കിയിരുന്നത്? പടക്കം ഉണ്ടാക്കിയിരുന്നത് പാലക്കാട്ടെയും തൃശ്ശൂരിലെയും അല്ലെങ്കിൽ ശിവകാശിയിലെയും ഒക്കെ ഗ്രാമങ്ങളിൽ പാവപ്പെട്ട ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പടക്കം ഉണ്ടാക്കിയിരുന്നു. അതൊരു വലിയ വ്യാപാരമായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഉപജീവനം കഴിച്ചിരുന്ന ഒരു മേഖലയായിരുന്നു ക്ഷേത്രോത്സവങ്ങളിലെ ഈ കരിമരുന്ന് പ്രയോഗമെങ്കിൽ ഇപ്പോ അധികൃതർ പറയുകയാണ്, നിങ്ങൾ ഇപ്പോ വെടിക്കെട്ട് നടത്തണ്ട, വേണമെങ്കിൽ ചൈനയിൽ നിന്ന് വരുന്ന സാധനം വാങ്ങി പൊട്ടിച്ചോ എന്ന് പറയുക. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ വെടിക്കെട്ടിനും ഫാൻസ് വേണം. ഈ വിഷയത്തിൽ ശക്തമായിട്ട് അഭിപ്രായം വരണ്ടേ? പല ആളുകൾക്കും വ്യത്യസ്തമായിട്ട് അഭിപ്രായം ഉണ്ടാവാം. എന്തിനാ ഇപ്പൊ ഇങ്ങനെ മരുന്ന് പൊട്ടിച്ച് കളയുന്നത്, പൈസ എന്തിനാ കളയുന്നത് ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവാം. പക്ഷെ അതിന് പുറകിലുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രം മനസ്സിലാക്കണം. ആയിരക്കണക്കിന് ഹിന്ദു കുടുംബങ്ങളുടെ ഉപജീവന മാർഗമായിരുന്നു ഈ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട കരിമരുന്ന് പ്രയോഗം എന്നുള്ളത് പലരും മനസ്സിലാക്കാതെ പോകുന്നു. അപ്പോ നമ്മുടെ രാജ്യത്ത്, കേരളത്തിൽ, തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഈ
പടക്ക കച്ചവടം, അതുമായി ബന്ധപ്പെട്ടുള്ള ഉപജീവന മാർഗം അത് പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ട് ചൈനക്കാരന്റെ കമ്പനിയിൽ നിന്ന് വേണമെങ്കിൽ പടക്കം വാങ്ങി പൊട്ടിച്ചോ എന്ന് കേരളത്തിലെ ചില അധികാരികൾ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ ഈ നാടിനെ നശിപ്പിക്കാനും ചൈനയെ സഹായിക്കാനുള്ള പരിപാടിയല്ലേ? കോടിക്കണക്കിന് ഉൾപ്പെടെ കച്ചവടം, ചെറിയ പരിപാടിയല്ല, കോടിക്കണക്കിന് ഉൾപ്പെടെ കച്ചവടം. എന്നിട്ട് ഈ ക്ഷേത്രോത്സവങ്ങൾ തടസ്സപ്പെടുത്താൻ വേണ്ടി കുറെ ആളുകൾ കോടതിയിലേക്ക് പേപ്പറുമായിട്ട് പോവുകയും, ഒരു ക്ഷേത്രോത്സവങ്ങളോട് മാത്രമേ ഈ പ്രതിരോധമുള്ളൂ, ദേഷ്യപ്പെടും. മറ്റേതെങ്കിലും മതവിഭാഗങ്ങളുടെ ആരാധന സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഒരാൾക്കും കോടതിയിൽ പോണ്ട, ഒരാൾക്കും പ്രതിഷേധമില്ല. അമ്പലങ്ങളുടെ പരിപാടിയാണോ? അവിടെ ആന എഴുന്നള്ളിക്കാൻ പാടില്ല, വെടിക്കെട്ട് നടത്താൻ പാടില്ല. സർക്കാരിന്റെ വലിയ നിയന്ത്രണമാണ്. ഇപ്പോ ആന എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എന്തൊക്കെ വിഷയങ്ങളാണ് നോക്കൂ. ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്ന് കരുതിയിട്ട് ക്ഷേത്രോത്സവങ്ങളിലെ ചില പരിപാടികളിൽ ആനയെ എഴുന്നള്ളിക്കുന്നതിൽ വിലക്ക് നേരിടേണ്ടി വരുമ്പോ ക്ഷേത്ര വിശ്വാസി എന്ന നിലയ്ക്ക് കേരളത്തിലെ ഉത്സവപ്രേമികളുടെ ആ ഉത്സവപ്രേമികളുടെ ഒപ്പം നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് വ്യക്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ക്ഷേത്രോത്സവങ്ങളിൽ ആനയെ എഴുന്നള്ളിക്കുന്നതിന് ഇപ്പോ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വിലക്ക്, ശക്തമായിട്ടുള്ള ഇത്തരം നിയമങ്ങൾ മൂലം നടപ്പാക്കിക്കൊണ്ടിരുന്ന വിലക്ക്, അത് ഈ ക്ഷേത്രങ്ങളെ അല്ലെങ്കിൽ ഉത്സവങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ളതാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആന ഉടമസ്ഥരുമായിട്ട് ചിലരോട് സംസാരിച്ചു. വല്ലാത്ത ഉപദ്രവമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചില സോ കോൾഡ് സ്വയം പ്രഖ്യാപിത മൃഗസ്നേഹികളുടെ ഭാഗത്ത് നിന്ന് വലിയ തോതിൽ ഉപദ്രവം നേരിടുന്നു. അവർ പറയുന്ന കണക്ക് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. കേരളത്തിലെ മുഴുവൻ വന പ്രദേശങ്ങളിൽ ജീവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ മുഴുവൻ വനപ്രദേശങ്ങളിൽ താമസിക്കാൻ പറ്റുന്ന ആനകളുടെ എണ്ണം എന്ന് പറയുന്നത് 2000 ആണ്. കാട്ടാനകളുടെ എണ്ണം. കാട്ടാന പിടുത്തം കേരളത്തിൽ നിയമം മൂലം നിരോധിച്ചിരിക്കുകയാണ് കുറെ കാലമായി. ആനയെ പിടിക്കാൻ പറ്റില്ല. ബീഹാറിൽ നിന്ന് ആനയെ കൊണ്ടുവരാൻ വിചാരിച്ചാൽ അതിന് നിയമപരമായ തടസ്സം, കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. കൊണ്ടുവന്ന ആളുകൾക്ക് നേരെ നിയമപരമായിട്ടുള്ള കേസുകൾ എടുത്തിരിക്കുന്നു. പല ആളുകളെയും ക്രിമിനൽ കേസുകളെ പ്രതിയാക്കിയിരിക്കുന്നു. കേരളത്തിൽ നാട്ടാനയെ പിടിക്കാൻ പറ്റില്ല. പക്ഷേ കേരളത്തിലെ വനപ്രദേശങ്ങളുടെ വിസ്തീർണം എന്ന് പറയുന്നത് അതിൽ കേവലം 2000 ആനകളെ മാത്രം ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണെങ്കിൽ ഇന്ന് കേരളത്തിലെ വനപ്രദേശത്ത് 8000-ലധികം കാട്ടാനകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. 8000-ലധികം കാട്ടാനയെ പിടിക്കാൻ കഴിയുന്നില്ല, നിയമം മൂലം നിരോധിച്ചിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ കേരളത്തിലെ ഉത്സവങ്ങളിൽ ആനയെ എഴുന്നള്ളിക്കണമെങ്കിൽ ഇപ്പൊ പല സ്ഥലങ്ങളിലും കാണുന്നത് പോലെ ഓട്ടോറിക്ഷയുടെ മേലെ നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളിക്കേണ്ടി വരും. എല്ലാ സ്ഥലങ്ങളിലും അങ്ങോട്ടാ പോകുന്നത്. ആനയെ ഉപദ്രവിക്കുന്നവരുണ്ടാകാം, അത്തരം ആളുകളുണ്ട്. അവർക്കെതിരെയൊക്കെ നടപടി എടുത്തോട്ടെ. പക്ഷെ ക്ഷേത്രോത്സവങ്ങളെ ബാധിക്കുന്ന രീതിയിൽ, ഇത് തകർക്കാൻ എന്ന രീതിയിൽ പല ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് കളക്ടർമാർ, ഇവരൊക്കെ പെരുമാറുകയാണ്. ഈ നിയമം മുഴുവൻ ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് മാത്രം ബാധകമാണ് എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ച വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ആളുകളായിരുന്നല്ലോ. വാദ്യക്കാർ, അതുപോലെ തന്നെ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചെറുകിട കച്ചവടം നടത്തുന്ന ആളുകൾ, വ്യാപാരികൾ, ഇവരുടെ എല്ലാം ജീവിതം താറുമാറായി. അവരെയൊന്നും സഹായിക്കാൻ പോലും ആരും ഉണ്ടായില്ല, സംവിധാനങ്ങൾ ഉണ്ടായില്ല എന്നതും വസ്തുതയാണ്. പക്ഷേ ഈ മഹാമാരിക്ക് ശേഷം ഉത്സവങ്ങൾ, ഇപ്പോ ഇതുപോലെയുള്ള ഗ്രാമീണ ഉത്സവങ്ങളൊക്കെ തിരിച്ചു വരുമ്പോ, ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ തിരിച്ചു വരുമ്പോ മനസ്സിന് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് വിലങ്ങറയിലെ ഇവിടെ ഈ ക്ഷേത്ര ഭൂമിയിലെത്തിയപ്പോ ഈ മനോഹരമായിട്ടുള്ള വളരെയധികം പാരമ്പര്യമുള്ള ചരിത്രമുണ്ടെന്ന ഈ പ്രദേശത്ത് കടന്നു വന്നപ്പോ വലിയ സന്തോഷം തോന്നുന്നു. ഈ കൂട്ടായ്മ കാണുമ്പോ അതിലേറെ സന്തോഷം തോന്നുന്നു. ഇവിടെ എനിക്ക് സംസാരിക്കുമ്പോൾ പല പരിമിതികളുണ്ട്. സാധാരണഗതിയിൽ ഞാൻ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നയാളാണ്. പക്ഷേ ഇതൊരു ക്ഷേത്രഭൂമിയാണ്. അതിന്റെ പാവനത കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യതയും സമകാലികമായിട്ടുള്ള ചില കാര്യങ്ങൾ, നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാതെ പോകാനും വയ്യ. നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഹിന്ദു സമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, അതിവിടെ ആമുഖ പ്രഭാഷകന്റെ അല്ലെങ്കിൽ സ്വാഗതം പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ചില
വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറയാറില്ല. അദ്ദേഹം പറഞ്ഞു, ഇത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കലാപരിപാടിയുണ്ട്, ആ കലാപരിപാടി കാണാൻ എത്ര പേര് ഇരിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ കുട്ടിക്കാലത്തൊക്കെ അല്ലെ നമ്മളൊക്കെ എങ്ങനെയാ പോയിരുന്നത് ക്ഷേത്രത്തിലെ പരിപാടിക്ക്. വീട്ടിൽ നിന്ന് പോകുമ്പോ ഒരു പായം ചുരുട്ടിയിട്ടാണ് പോകുന്നത്. പായ ചുരുട്ടി പോയി ആ പാടത്ത് അല്ലെങ്കിൽ പറമ്പിൽ അത് വിരിച്ച് നേരം പുലരുന്നത് വരെ ആ പരിപാടികളിൽ കുട്ടികളൊക്കെ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. ആ ഉറങ്ങുന്ന കുട്ടികളെയും തോളത്തിട്ടുകൊണ്ട് രാവിലെ വീടുകളിലേക്ക് പോകുന്ന അമ്മമാർ എല്ലാവരും അങ്ങനെയായിരുന്നു. ഇന്നിപ്പോ 9 മണിക്ക് നടക്കുന്ന കലാപരിപാടി കാണാൻ പോലും താല്പര്യമില്ലാത്ത ആളുകളായിട്ട് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ അത് വലിയ ദുഃഖകരമായിട്ടുള്ള കാര്യം. ഒന്ന്, ഈ കലാപരിപാടികളെ കൊണ്ട് ജീവിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്, ഉത്സവ പറമ്പുകളിലെ കലാപരിപാടികൾ. അവർക്ക് അതൊരു വലിയ വിഷമമുള്ള കാര്യമാണ്. നല്ല ഓഡിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല കലാപ്രകടനങ്ങൾ പുറത്തു വരൂ. ഇത്തരം ഉത്സവ പറമ്പുകളിൽ നിന്ന് ഉദയം കൊണ്ടിട്ടുള്ള കലാകാരന്മാരാണ് ഇന്ന് ഒരുപക്ഷെ മലയാള സിനിമയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കണം. ഒരുപാട് കലാകാരന്മാർക്ക് അവരുടെ സർഗപരമായിട്ടുള്ള കഴിവുകൾ പുറത്തു കാണിക്കാനുള്ള ഒരു വേദിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പരിപാടി നടക്കുമ്പോൾ ആ കലാപരിപാടി നമുക്ക് പൂർണ്ണമായും കാണാൻ സാധിക്കണം. ഒരുപക്ഷെ കുറച്ചു നേരത്തേക്ക് മൊബൈൽ ഫോൺ മാറ്റിവെച്ചാൽ, സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചാൽ, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം മാറ്റിവെച്ചാൽ, സ്നാപ്ചാറ്റും ഒക്കെ മാറ്റിവെച്ചാൽ നമുക്ക് മനോഹരമായ നമ്മുടെ ആ പഴയ കാലത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ഇന്നും സാധ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കലാപരിപാടികൾ പൂർണ്ണമായി കാണാൻ ഒരു വലിയ ഭാഗ്യമാണ്. സ്വന്തം നാട്ടിൽ ക്ഷേത്രത്തിൽ ഒരു കലാപരിപാടി നടന്നു, അത് പൂർണ്ണമായി കാണാൻ സാധിക്കുക, അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവുക എന്നുള്ളത്, നമ്മുടെ കൂടി ഇൻവോൾവ്മെന്റ് ഉണ്ടാവുക എന്നത് വലിയ ഭാഗ്യമാണ്. ഒരുപക്ഷെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് കിട്ടാത്ത ഒരു വലിയ ഭാഗ്യമാണ്. ഞാൻ ഇവിടെ നോക്കുന്ന സമയത്ത് പുതിയ തലമുറയിലെ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. ഉള്ളവരൊക്കെ ഒന്നുകിൽ 90-ക്ക് ശേഷം ജനിച്ച ആളുകൾ, അല്ലെങ്കിൽ കുറച്ചുകൂടി പുറകുള്ള ആളുകൾ, ആ ഒരു പ്രായ ഗണനയുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ പലരും നമുക്കറിയാം, അവർ മൊബൈൽ ഫോണിൽ അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലാണ് അവര് അഭിനയിച്ചു നിൽക്കുന്നത്. അവർക്ക് പലർക്കും ഈ ക്ഷേത്രോത്സവങ്ങളെ കുറിച്ച് അറിയില്ല, ഇവിടെ നടക്കുന്ന പരിപാടികളെ കുറിച്ച് അറിയില്ല. അപ്പൊ അവർക്ക് വലിയൊരു അവസരമാണ് ഇത്തരം ക്ഷേത്രോത്സവങ്ങൾ, പ്രത്യേകിച്ച് വിലങ്ങാട് പോലെയുള്ള സ്ഥലത്ത് ഇത് നടത്താൻ ഈ ഭരണസമിതി ധൈര്യം കാണിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കുക എന്നൊരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് വീട്ടിലിരിക്കുന്ന കുട്ടികളെ കൂടി നാളെ മുതൽ ഈ പരിപാടികൾ കാണാൻ വിളിച്ചു കൊണ്ടുവരികയും അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഇന്നത്തെ ഈ പുതിയ തലമുറയുടെ ഇത്തരം ചില സ്വഭാവങ്ങൾ തന്നെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, തലമുറകൾ മാറി വരികയാണ്, പുതിയ സാധ്യതകൾ അവരുടെ കൺമുന്നിലുണ്ട്. ഒരുപക്ഷെ ഈ കലാപരിപാടികൾ റീൽസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള ആംബിയൻസിൽ വലിയ വേദികളിൽ ഉള്ള പരിപാടികൾ റീൽസ് ആയി സാമൂഹ്യ മാധ്യമങ്ങൾ കാണുന്ന തലമുറയോട് അമ്പലപ്പറമ്പിൽ പോയി രാവിലെ ഉറക്കം ഇളച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ അവർ പലപ്പോഴും കേട്ടില്ല എന്ന് വരും. പക്ഷെ എന്തുകൊണ്ടാണ് ഈ തലമുറ എങ്ങനെയായി പോകുന്നത്? നമുക്ക് നോക്കൂ, ഇതര നമ്മുടെ സഹോദര സമുദായങ്ങളുണ്ട്. അവർ പലപ്പോഴും മതപരമായ കാര്യങ്ങൾ കൂടുതൽ വിജിലന്റ് ആവുന്ന, കൂടുതൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹിന്ദു യുവത എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ പിന്നോക്കം നിൽക്കുന്നത്? നിങ്ങൾ ചെറിയ കണക്കുകൾ പരിശോധിച്ചു. ഞാൻ എന്റെ കണക്കുകൾ, ആധികാരികമായിട്ടുള്ള കണക്കുകൾ നമ്പേഴ്സ് വെച്ച് പറയാനൊന്നും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയാം, ഈ സംസ്ഥാനത്ത് ഏറ്റവും അധികം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കപ്പെടുന്നത് നമ്മുടെ യുവതലമുറയാണ്. ഏറ്റവും അധികം കച്ചവടം ചെയ്യുന്നവർ നമ്മളല്ല കേട്ടോ, പക്ഷെ വാങ്ങി ഉപയോഗിക്കുന്നത് നമ്മുടെ തലമുറയാണ്. വലിയ അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് ഹിന്ദു യുവത കടന്നു പോകുന്നത്. നമ്മുടെ ചെറുപ്പക്കാർ വല്ലാതെ മയക്കുമരുന്നിനും മദ്യത്തിനും ഒക്കെ അടിമകളായി മാറുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണ്ട് കാലത്ത് അമ്പലപ്പറമ്പിലേക്കൊക്കെ നമ്മൾ കടന്നു വരുമ്പോ വലിയൊരു സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായി മാറുമ്പോ പരസ്പരം ബന്ധങ്ങളുണ്ടായിരുന്നു, ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നു. ഇന്ന് അവനവനിലേക്ക് ചുരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾ പലരും വഴിതെറ്റി പോകുന്നു, നമ്മൾ കാണാതെ പോകുന്നു, തിരിച്ചറിയാതെ പോകുന്നു. ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലുള്ള മയക്കുമരുന്നും കഞ്ചാവും അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഉപയോഗിക്കുന്നത്. ഹിന്ദു കുടുംബങ്ങൾ പലതും ഛിന്ന ഭിന്നമായി പോകുന്നത് ഇത്തരത്തിലുള്ള ഈ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലമാണ് എന്നുള്ളത് ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വളരെ ഗൗരവകരമായിട്ടുള്ള ആത്മപരിശോധന ഹിന്ദു സമൂഹം നടത്തേണ്ടതുണ്ട്.
എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ കുടുംബങ്ങളിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് സംബന്ധിച്ച് വലിയൊരു ആത്മപരിശോധനയുടെ ആവശ്യമുണ്ട്. ഇന്ന് തീർച്ചയായും നമുക്കറിയാം, വീടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികൾ എന്ത് സംഭവിക്കുന്നു നോക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, അവരെന്ത് ചെയ്യുന്നു നോക്കാൻ സാധിക്കുന്നില്ല, അവരുടെ കൂട്ടുകെട്ടുകൾ പരിശോധിക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് വലിയ സാധ്യതകളുണ്ട്, അവർക്ക് വലിയ നെറ്റ്വർക്ക് ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടുകെട്ടുകൾ എവിടേക്കാണ് നമ്മൾ അറിയില്ല. പക്ഷെ പുറത്തു വരുന്ന വാർത്തകൾ പലതും നമുക്ക് ഭയപ്പാടോടുകൂടി മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ, വായിക്കാൻ സാധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഹിന്ദു സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന നിലയ്ക്ക് നമ്മുടെ ക്ഷേത്രങ്ങൾ, ക്ഷേത്ര കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരം കാര്യങ്ങളിലുള്ള ബോധവൽക്കരണം അടക്കമുള്ള വിഷയങ്ങൾ കൂടി ശ്രദ്ധയൂന്നുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഇവിടുത്തെ ഈ ക്ഷേത്ര ഭരണസമിതി ഇത്തരം കാര്യങ്ങൾ കൂടി ഒരു തുടക്കം കുറിച്ചാൽ അത് കേരളത്തിലെ മുഴുവൻ ക്ഷേത്ര ഭരണസമിതികൾക്കും ഒരു മാതൃകയായി തീരുമെന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രദേശത്തെ യുവാക്കൾക്ക് അവരിൽ ലഹരിയുടെ ഉപയോഗം ഉണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ, അവരെ നല്ല മാർഗത്തിലേക്ക് നയിക്കാൻ, അവരെ ആധ്യാത്മികതയുടെ പാതയിലേക്ക് നയിക്കാൻ, ആത്മീയതയുടെ പാതയിലേക്ക് നയിക്കാൻ നമുക്ക് ഈ ക്ഷേത്രഭൂമി ഉപയോഗിക്കാൻ സാധിക്കണം. അതിനുവേണ്ടി ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി കൂടി ഒരു മുൻകൈ എടുത്താൽ അത് തീർച്ചയായും കേരളത്തിലെ മുഴുവൻ ക്ഷേത്ര കമ്മിറ്റികൾക്കും ഒരു മാതൃകയായിരിക്കും. നിങ്ങൾ പലർക്കും ഒരു മാതൃകയാണെന്ന് എനിക്ക് തർക്കമില്ല. ഇവിടുത്തെ ക്ഷേത്ര സമിതി പലർക്കും മാതൃകയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൂടി നേതൃപരമായിട്ടുള്ള പങ്കാളിത്തം, നേതൃപരമായിട്ടുള്ള ഒരു മുന്നേറ്റം ഈ പ്രദേശത്ത് ഉണ്ടാകണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഈ ഭരണസമിതിയുടെ മുന്നിൽ വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നേരത്തെ ഹിന്ദു മത സമ്മേളനത്തെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. വലിയ കാര്യമാണ് ഈ ഹിന്ദു സമാജത്തെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളൊക്കെ എല്ലാ വർഷവും നടത്തുന്നത് തീർച്ചയായിട്ടും ഉപകരിക്കും. പക്ഷെ അതോടൊപ്പം നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, ഹിന്ദു കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ഇത് മനസ്സിലാക്കാൻ കൂടി കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ ക്ഷേത്രങ്ങളും ക്ഷേത്ര ഭരണസമിതികളും മാറേണ്ടിയിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, നമ്മുടെ മറ്റ് സമുദായങ്ങൾ, അവരുടെ കുടുംബങ്ങളിൽ ഒരു പ്രശ്നം വന്നാൽ പരിഹരിക്കാൻ അവർക്ക് സംവിധാനമുണ്ട്. അവർക്ക് അവരുടെ ആരാധനാലയങ്ങളിൽ പോയി കഴിഞ്ഞാൽ അത് മഹല്ല് കമ്മിറ്റിയാണെങ്കിലും പള്ളിയാണെങ്കിലും അവർക്ക് അവരുടെ പൗരോഹിത്യമുണ്ട്. അവരത് മനോഹരമായിട്ട് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവരുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ അവർ നേരിട്ടിടപെടുന്നു. അത് സാമ്പത്തിക പ്രശ്നമാണെങ്കിലും മറ്റേത് പ്രശ്നമാണെങ്കിലും ഇടപെടുന്നു. അങ്ങനെ അവിടെ നല്ല ഒരു കുടുംബ ഭദ്രത ഉണ്ടാക്കാൻ സാധിക്കുന്നു, മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. പക്ഷേ നമുക്ക് നമ്മുടെ സമാജത്തിനിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നം വന്നാൽ പരിഹരിക്കാൻ ആരുമില്ല, ആരും ഇടപെടാനില്ല, തർക്കങ്ങളിൽ മധ്യസ്ഥ വഹിക്കാൻ ആളില്ല. അങ്ങനെ വലിയൊരു പ്രതിസന്ധി തന്നെ നമ്മുടെ സമൂഹം, നമ്മുടെ സമാജം നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം നമ്മുടെ ക്ഷേത്ര സമിതികൾക്ക് ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഞാൻ സൂചിപ്പിച്ചു, മറ്റ് സമുദായങ്ങളിലെ യുവാക്കൾ, യുവതികളൊക്കെ അവരുടെ മതപരമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവായി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇപ്പൊ വലിയൊരു പ്രശ്നം നടന്നു. എന്തായിരുന്നു? കർണാടകയിലെ ചില ആളുകൾ സ്കൂളിലെ യൂണിഫോം ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള വസ്ത്രം ധരിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, ഞങ്ങൾ അതേ ധരിക്കൂ എന്ന് പറഞ്ഞ് ചില കുട്ടികളെ അങ്ങോട്ട് ഇളക്കി വിട്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ ശക്തമായ മതവാദവുമായി ഒരുപക്ഷെ നമ്മുടെ സംസ്കാരത്തിനോട് തീരെ യോജിക്കാത്ത രീതിയിലേക്ക് ഇതര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോവുകയും അവർ സംഘടിച്ചുകൊണ്ട് അതവരുടെ അവകാശമാണ് എന്ന രീതിയിൽ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം എങ്ങനെയാണ് യൂണിഫോം എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിരവധി കോടതി വിധികളുണ്ട്. കേരളത്തിൽ തന്നെ പല കോടതി വിധികൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഏത് യൂണിഫോമാണോ പറയുന്നത് ആ യൂണിഫോം ധരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്ന കോടതി വിധികൾ ഉണ്ടായിരിക്കെ ഞങ്ങളുടെ മതം പറയുന്ന അതേ യൂണിഫോമേ, ഞങ്ങളുടെ മതം പറയുന്ന വസ്ത്രം മാത്രമേ ധരിക്കൂ എന്ന് ചില ആളുകൾ വാശി പിടിക്കുന്നു. നോക്കൂ, കേരളത്തിൽ സ്റ്റുഡൻസ് പോലീസുമായി ബന്ധപ്പെട്ട ഈ വിഷയം വന്ന സമയത്ത് ഇവിടുത്തെ സർക്കാർ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? സർക്കാർ പറഞ്ഞു ഇത് യൂണിഫോമാണ്, സ്റ്റുഡൻസ് പോലീസിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അനുവദിക്കില്ല, അതുകൊണ്ട് യൂണിഫോം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞു. പക്ഷെ കർണാടകയിൽ പ്രശ്നം ഉണ്ടായപ്പോ കർണാടകയിൽ കുറെ ആളുകളെ മതഭീകരവാദികൾ പുറത്തേക്ക് ഇറക്കി വിട്ട്
പ്രകടനം നടത്തി, പെൺകുട്ടികളെ കൊണ്ട് പ്രകടനം നടത്തി വലിയ സംഘർഷം ഉണ്ടാക്കിയപ്പോ കേരളത്തിലുള്ള ആളുകളുടെ നിലപാടെന്താ, അതേ ആളുകളുടെ നിലപാടെന്താ? അവർ പറഞ്ഞു, കർണാടകയിൽ ആ സമരം ചെയ്യുന്ന ആളുകൾ, സംഘർഷം ഉണ്ടാക്കുന്ന ആളുകൾ, അവർക്ക് അവരുടെ മതപരമായിട്ടുള്ള വസ്ത്രം ധരിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ അത് കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. നോക്കൂ, ഇതേ വിശ്വാസപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ വന്നപ്പോൾ ഇവരൊക്കെ എടുത്ത നിലപാടെന്തായിരുന്നു? വിശ്വാസത്തിന്റെ വിഷയങ്ങൾ വന്നപ്പോൾ, ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്ന സമയത്ത് ഇവിടുത്തെ വിശ്വാസികളുടെ വിശ്വാസത്തെ തെല്ലും മാനിക്കാതെ നമ്മളെ തെരുവിൽ നേരിട്ടുകൊണ്ട് കള്ള കേസുകൾ കുടുക്കി ഈ വിശ്വാസ സമൂഹത്തെ മുഴുവൻ വലിയ തോതിൽ ആക്ഷേപിച്ചപ്പോ ഇവരുടെ നിലപാടെന്തായിരുന്നു? അന്ന് അവർക്ക് കോടതി വിധി വലുതായിരുന്നു, അന്ന് ജെൻഡർ ഇക്വാലിറ്റി വലുതായിരുന്നു. നോക്കൂ, ഇന്ന് അതേ ആളുകൾ കർണാടകയിൽ വിഷയം വരുമ്പോ സംഘടിതരായിട്ടുള്ള മതന്യൂനപക്ഷങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവരെ പിന്തുണയ്ക്കേണ്ട നിലപാട് സ്വീകരിക്കാൻ അവർ തയ്യാറാകും. ഇതല്ലേ കാപട്യം? ഇതല്ലേ വലിയ തോതിലുള്ള കാപട്യം എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ മതപരമായ കാര്യങ്ങളിൽ ഇതര സമുദായങ്ങൾ വലിയ തോതിൽ ദൃഢീകരിക്കപ്പെടുന്ന ഒരു കാലത്ത്, അവർ ആ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കാലത്ത്, ഇപ്പുറത്തെ ഹിന്ദു യുവത എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ പോയാൽ എങ്ങനെയാണ് തൊഴുകേണ്ടതെന്ന് പോലും അറിയാത്ത രീതിയിലേക്ക് ഹിന്ദു യുവത വഴിതെറ്റി പോകുന്നു. അതെല്ലാ തലങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ യുവാക്കൾക്ക്, നമ്മുടെ പുതിയ സമൂഹത്തിന് വഴികാട്ടുന്ന ഒരു സംവിധാനമാക്കി മാറ്റാൻ കൂടി നമുക്ക് സാധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കില്ല. പലപ്പോഴും നമ്മുടെ ഹിന്ദുക്കൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് സംസാരിക്കും. പക്ഷെ എനിക്ക് നമ്മുടെ രാജ്യത്തിന് അങ്ങനെ ഒരു വെല്ലുവിളികളെ കുറിച്ച് നേരിടേണ്ട കാലം അല്ലെങ്കിൽ സംസാരിക്കേണ്ട കാലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന വിശ്വാസപരമായിട്ട് ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ഹിന്ദു സമൂഹം ആഗ്രഹിച്ചിരുന്ന ഭഗവാൻ ശ്രീരാമന്റെ ഭവ്യമായ ക്ഷേത്രം, അതിന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഈ ഹിന്ദു വിശ്വാസികൾക്ക് വിട്ടുകിട്ടിയിരിക്കുന്നു. അവിടെ ഭവ്യമായ രാമക്ഷേത്രം ഉയരുകയാണ്. അതുപോലെ തന്നെ രാജ്യത്ത് ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ നവീകരണം ഭംഗിയായി നടന്നു വരികയാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും, കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ പുതിയ കോറിഡോർ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ആ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ സോമനാഥ ക്ഷേത്രത്തിന്റെ നവീകരണത്തിന് ശേഷം സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഹിന്ദുക്കളുടെ വിശ്വാസപരമായ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടായി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ കാലത്ത് ഗസനി ആക്രമിച്ച് തകർത്ത സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിച്ചതിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായി ഹിന്ദു വിശ്വാസികളുടെ എല്ലാ കാലത്തെയും ആഗ്രഹമായിരുന്ന ചില കാര്യങ്ങൾ നടന്നു വരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണമാണെങ്കിൽ, മറ്റൊന്ന് കാശി വിശ്വനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അവിടുത്തെ നവീകരണ പ്രവർത്തനങ്ങളായിരുന്നു. ഇന്ന് ഒരു കാലത്ത് ഏറ്റവും ഇടുങ്ങിക്കഴിഞ്ഞിരുന്ന, ഒരുപക്ഷെ വിശ്വാസികൾക്ക് കടന്നു പോകാൻ പോലും പ്രയാസമുണ്ടായിരുന്ന ഒരു മേഖല അവിടെ മുഴുവൻ വൃത്തിയാക്കി വലിയൊരു മഹാക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടായി അവിടുത്തെ കയ്യേറ്റങ്ങൾ മുഴുവൻ ഒഴിപ്പിച്ച് വൃത്തിയാക്കിയെടുക്കാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് സാധിച്ചു എന്നുള്ളത് ലോകം മുഴുവൻ കണ്ടതാണ്. ലോകം മുഴുവൻ അന്നത്തെ ദിവസം നമ്മളെല്ലാവരും മാധ്യമങ്ങൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വിശ്വാസവുമായി ഏറ്റവും ബന്ധപ്പെട്ട ഗംഗാനദിയുമായി ബന്ധപ്പെട്ട കാര്യം. ഒരു കാലത്ത് ഗംഗാനദി എന്ന് പറയുന്നത് അഴുക്കുചാൽ പോലെയായിരുന്നെങ്കിൽ ഇന്ന് ഗംഗാനദി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലും അങ്ങേയറ്റം വിമർശിക്കുന്ന ആളുകൾ പോലും ഗംഗാനദിയിൽ പോയി കയ്യിൽ വെള്ളമെടുത്ത് കുടിക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം ആ ഗംഗയെ, ഒരു കാലത്ത് അഴുക്കുചാലായി ഒഴുകിയിരുന്ന ഗംഗയെ പവിത്രമായിട്ടുള്ള ആ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് ഒട്ടേറെ ആശിക്കാനുള്ള നടപടികൾ എടുത്തിട്ടുള്ള കാലങ്ങളാണ് ഈ കഴിഞ്ഞ 5-6 വർഷക്കാലമായി മുന്നോട്ട് പോയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യവും, നമ്മുടെ പ്രിയപ്പെട്ട രാജ്യവും കഴിഞ്ഞ 6-7 വർഷക്കാലം കൊണ്ട് നേടിയിട്ടുള്ള മുന്നേറ്റം എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അഭിമാനം കൊള്ളാവുന്ന വസ്തുതകൾ തന്നെയാണ് എന്ന് പറയാൻ വയ്യ. ഇപ്പൊ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്?
ഇപ്പോ വലിയൊരു യുദ്ധം നടക്കുകയാണ്. റഷ്യ ഉക്രൈൻ ആക്രമിച്ച് വലിയൊരു യുദ്ധത്തിന്റെ ഭീതിയിലാണ് ലോകമുള്ളത്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് 7 ദിവസമായി. അവിടെ 20,000-ഓളം ഇന്ത്യക്കാർ, ബഹുഭൂരിപക്ഷം വരുന്ന മലയാളികളാണ്. അവിടെ യുദ്ധസ്ഥലത്ത് കുടുങ്ങിയിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ യുദ്ധം വരാൻ പോകുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഉക്രൈൻ വിടണം എന്ന് ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യൻ എംബസിയും പറഞ്ഞിരുന്നതാണ്. പക്ഷേ പല വിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ട്, സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട്, ഭാവി ആലോചിച്ചിട്ടുള്ള വിഷമം കൊണ്ട് പലർക്കും വിട്ടുപോരാൻ സാധിച്ചില്ല. ഇന്ന് ലോകത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ തങ്ങളുടെ പൗരന്മാരെ ഈ യുദ്ധഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരേ ഒരു രാജ്യം മാത്രമേ തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കുന്നുള്ളൂ. ആ രാജ്യത്തിന്റെ പേര് ഭാരതം എന്നാണ് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. അമേരിക്കയുടെ പൗരന്മാരോട് പറഞ്ഞു, യുദ്ധമാണ്, ഞങ്ങളെ ഒഴിപ്പിക്കാൻ പറ്റില്ല. ചൈന പറഞ്ഞു, യുദ്ധമാണ്, ഞങ്ങൾക്ക് ഒഴിപ്പിക്കാൻ സാധിക്കില്ല. ലോകത്തെ മറ്റ് ഒരു രാജ്യവും, എല്ലാ രാജ്യങ്ങളും പറഞ്ഞു ഞങ്ങൾക്ക് ഒഴിപ്പിക്കാൻ കഴിയില്ല. അപ്പോ പാകിസ്ഥാനിലെ കുട്ടികളൊക്കെ പറയാണ്, ഞങ്ങൾ രക്ഷപ്പെട്ടത് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ച് ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ച് പോന്നത് കൊണ്ടാണ്, ഞങ്ങൾക്ക് ജീവൻ കൊണ്ട് രക്ഷപ്പെടാൻ സാധിച്ചതെന്ന് പാകിസ്ഥാനികൾ പറയുന്ന ഒരു ലോകക്രമത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. നമുക്ക് അഭിമാനമല്ലേ? ഉക്രൈന്റെ നേതാക്കൾ, അവരുടെ സ്ഥാനപതി അവര് പറയുന്നു, അമേരിക്ക പറഞ്ഞാൽ പുടിൻ കേൾക്കില്ല, യൂറോപ്പ് പറഞ്ഞാൽ പുടിൻ കേൾക്കില്ല, യൂറോപ്പിന്റെ രാജ്യങ്ങളായ ബ്രിട്ടൻ പറഞ്ഞാൽ പുടിൻ കേൾക്കില്ല, ജർമ്മനി പറഞ്ഞാൽ കേൾക്കില്ല, ജപ്പാൻ പറഞ്ഞാൽ പുടിൻ കേൾക്കില്ല. ലോകത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞാൽ പുടിൻ അനുസരിക്കുമെങ്കിൽ, കേൾക്കുമെങ്കിൽ അതൊരു നേതാവ് മാത്രമേ ഉള്ളൂ. ആ നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയാണെന്ന് ഉക്രൈന്റെ സ്ഥാനപതി പറയുമ്പോ നമുക്ക് അഭിമാനമല്ലേ? ഇന്ത്യക്കാരെന്നതിലേക്ക് നമുക്ക് അഭിമാനമല്ലേ? അത് മാത്രമാണോ? ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി നമ്മുടെ പ്രധാനമന്ത്രി സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ റഷ്യയുടെ പ്രസിഡന്റ് ഉറപ്പ് നൽകിയിരിക്കുകയാണ്, റഷ്യൻ സൈന്യം തന്നെ ഇന്ത്യയുടെ കുട്ടികളെ, ഇന്ത്യയുടെ പൗരന്മാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കുമെന്നുള്ള ഉറപ്പ് കൂടി റഷ്യ നൽകിയിരിക്കുകയാണ്. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 3000-ലധികം പേരെയാണ് ഇന്ത്യയിലേക്ക് വിവിധ വിമാനങ്ങളിലായിട്ട് ഇന്ത്യ സർക്കാർ എത്തിക്കുന്നത്. 4 മന്ത്രിമാരെയാണ് അയച്ചിരിക്കുന്നത് കൊണ്ടുവരാൻ വേണ്ടി. 4 മന്ത്രിമാർ. ചരിത്രത്തിലെവിടെയും ഇത്തരത്തിലുള്ള ഉദാഹരണം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. നേരിട്ട് ഇന്ത്യയുടെ മന്ത്രിമാർ പോയി നമ്മുടെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരുന്നു. നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, നമ്മുടെ രാജ്യം 6-7 വർഷക്കാലം കൊണ്ട് നമ്മുടെ നാട് നേടിയിട്ടുള്ള പുരോഗതി എന്ന് പറയുന്നത് ലോകം തന്നെ ആദരിക്കുന്ന പുരോഗതിയാണ് നേടിയിട്ടുള്ളത്. എന്തുകൊണ്ടായിരുന്നു ലോകം ഇന്ത്യയെ മാനിക്കുന്നത്? ലോകം നമ്മുടെ രാജ്യത്തെ എന്തുകൊണ്ടാണ് മാനിക്കുന്നത്? നമ്മുടെ രാജ്യം ഇന്ന് എല്ലാ മേഖലയും നേടിയിട്ടുള്ള പുരോഗതി കൊണ്ടാണ്. ഞാൻ ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2014 മെയ് മാസം 16-ാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി ആദ്യമായി അധികാരത്തിൽ വരുന്ന ദിവസം നമ്മുടെ രാജ്യത്ത് 18,000 ഗ്രാമങ്ങളിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ രാത്രി അരമണിക്കൂർ കറണ്ട് പോയി കഴിഞ്ഞാൽ ചൂട് കൊണ്ട്, വേർപ്പ് കൊണ്ട് കിടന്നുറങ്ങാൻ കഴിയില്ല. കയ്യിലിരിക്കുന്ന കുട്ടി കരയും, അല്ലെ? ചെറിയ കുട്ടികൾ കരയും. ആ സാഹചര്യത്തിൽ വൈദ്യുതി എന്താണെന്ന് അറിയാത്ത 18,000 ഗ്രാമങ്ങൾ 2014 മെയ് മാസം 16-ാം തീയതി ഈ രാജ്യത്തുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ 6-7 വർഷക്കാലത്തിനുള്ളിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും, 2014 ആഗസ്റ്റ് മാസം 15-ാം തീയതി ചെങ്കോട്ടയിൽ വെച്ച് നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു, ഇന്നേക്ക് 1000 ദിവസത്തിനകം ഈ 18,000 ഗ്രാമങ്ങളിൽ ഞാൻ വൈദ്യുതി എത്തിച്ചു. 1000 ദിവസം വേണ്ടി വന്നില്ല. കേവലം 800-850 ദിവസത്തിനകം രാജ്യത്തെ 18,000 അവസാനത്തെ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സാധിച്ചു, നമ്മുടെ സർക്കാരുകൾക്ക് സാധിച്ചു. മുഴുവൻ സംസ്ഥാന സർക്കാരുകളുമായി പങ്കാളിത്തമുണ്ട്. ടീം ഇന്ത്യയാണ്. കേരളവും തമിഴ്നാടും എല്ലാവരും ഒത്തുചേർന്ന് എവിടെയൊക്കെയാണോ വൈദ്യുതി എത്താനുള്ളത് അവിടെ മുഴുവൻ എത്തിക്കാൻ സാധിച്ചു. നമ്മുടെ രാജ്യത്ത് വികസനത്തിന്റെ ഒരു പുതിയ കുതിപ്പ് നമ്മുടെ രാജ്യം ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോയി. 2014 മെയ് മാസം 16-ാം തീയതി അതിനു മുൻപായിട്ട് നമ്മുടെ രാജ്യത്ത് അടിസ്ഥാന സൗകര്യ വികസന മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഞാൻ ഒരു മറ്റ് സർക്കാരുകളെ കുറിച്ച് പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിനുശേഷം വന്നിട്ടുള്ള ചില മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്റെ മുന്നിലിരിക്കുന്ന അമ്മമാരെ ശ്രദ്ധിക്കണം. 2014 മെയ് മാസം 16-ാം തീയതിക്ക് മുമ്പ്
നമ്മുടെ രാജ്യത്ത് മുഴുവൻ 60 വർഷക്കാലം കൊണ്ട് കൊടുത്തു തീർത്തിരുന്നത് 13 കോടി ഗ്യാസ് കണക്ഷൻ ആയിരുന്നു. 13 കോടി. കഴിഞ്ഞ 6 വർഷക്കാലത്തിനുള്ളിൽ നമ്മുടെ അമ്മമാർക്ക്, ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന അമ്മമാർക്ക് കൊടുത്തു തീർത്തത് 18 കോടി ഗ്യാസ് കണക്ഷനാണ്. 60 വർഷക്കാലം കൊണ്ട് 13 കോടി കൊടുത്തപ്പോ 6 വർഷക്കാലം കൊണ്ട് 18 കോടി നമ്മുടെ രാജ്യത്തിന് കൊടുക്കാൻ സാധിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് ഏതെങ്കിലും പാർട്ടിയുടെ കാര്യമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ കാര്യം, നമ്മുടെ രാജ്യം കഴിക്കുന്ന പുരോഗതിയാണ്. കഴിഞ്ഞ 6 വർഷക്കാലം കൊണ്ട് 18 കോടി ഗ്യാസ് കണക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അതിലേറെയും സൗജന്യമായി ഉജ്ജ്വല യോജന പ്രകാരമാണ് കൊടുത്തത്. അങ്ങനെ കൊടുക്കുമ്പോ അതിന് പുറകെ വലിയൊരു കഥയുണ്ട്. ആ കഥ എന്താണ്? നമ്മുടെ പ്രധാനമന്ത്രിയുടെ അമ്മയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെ? നമ്മുടെ പ്രധാനമന്ത്രിയുടെ അമ്മ വളരെ പാവപ്പെട്ട കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരു അമ്മയാണ്. ആ അമ്മ ഇപ്പോഴും ആശുപത്രിയിൽ പോകുന്നത് എങ്ങനെയാണ്? ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. അഹമ്മദാബാദിൽ സർക്കാർ ആശുപത്രിയിലാണ് പോകുന്നത്. അമ്മയുടെ അസുഖം എന്താണ്? ആ അമ്മയുടെ അസുഖം, അമ്മ ആസ്മ രോഗിയാണ് എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എങ്ങനെ ആസ്മ രോഗം ഉണ്ടായി? നമ്മുടെ പ്രധാനമന്ത്രിയുടെ അമ്മ തൊട്ട അയൽപക്കത്തെ വീടുകളിലൊക്കെ പോയി ആ വീടുകളിലെ അടുക്കള പണിയെടുത്ത് ചൂട് വമിക്കുന്ന, പുക വമിക്കുന്ന ആ അടുക്കളയിൽ ഊതി ആസ്മ രോഗിയായി തീർന്ന ഒരു അമ്മയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ. ആ അടുക്കള പണിയൊക്കെ എടുത്ത് അവിടെ പാത്രം കഴുകി, അവിടെ വസ്ത്രം അലക്കി ഒക്കെ കിട്ടുന്ന പണം കൊണ്ട് തിരിച്ചു വന്ന് തന്റെ മക്കളെ പോറ്റിയ ഒരു അമ്മയാണ് പ്രധാനമന്ത്രിയുടേത്. അങ്ങനെ തങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ ബാല്യത്തിൽ തങ്ങളെ വിശപ്പടക്കാൻ വേണ്ടി വീടുകളിൽ പോയി വീട്ടുപണിയെടുത്ത് ആസ്മ രോഗിയായി തീർന്ന ഒരു അമ്മയുടെ മകൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോ ആ മകൻ ചിന്തിച്ചത് തന്റെ അമ്മയെ പോലെ ഇന്ത്യയിലെ കോടിക്കണക്കിന് അടുക്കളകളിൽ പുക ഊതി ആസ്മ രോഗികളായി തീർന്ന നിങ്ങളെ പോലെയുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന അമ്മമാരെ കുറിച്ചാണ്. അങ്ങനെയാണ് ഈ ഉജ്ജ്വല യോജന ഉണ്ടായത്. വലിയ മാറ്റം നമ്മുടെ രാജ്യത്തുണ്ടായത്. സ്ത്രീകളുടെ ആരോഗ്യം വലിയ തോതിൽ മെച്ചപ്പെട്ടു. നമ്മുടെ കോടിക്കണക്കിന് വരുന്ന ആളുകൾ, ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പലർക്കും 6-7 വർഷക്കാലം മുമ്പ് ഈ രാജ്യത്ത് ദേശസാൽകൃത ബാങ്കുകളിൽ ഒരു അക്കൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കഴിഞ്ഞ 6-7 വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക ക്രമത്തിൽ നമ്മൾക്ക് പല അക്കൗണ്ടുകൾ ഉണ്ടാക്കി, ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാക്കി, അതിൽ ഇൻഷുറൻസ് പദ്ധതികൾ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കുന്ന രീതിയിൽ ഇൻഷുറൻസ് പദ്ധതികൾ കൊണ്ടുവന്നു. കോടിക്കണക്കിന് വരുന്ന മനുഷ്യരെ ഈ നാടിന്റെ സാമ്പത്തിക ക്രമത്തിൽ പങ്കാളികളാക്കാൻ ഈ സർക്കാരുകൾ സാധിച്ചു, നമ്മുടെ സർക്കാരുകൾ സാധിച്ചു. തീർച്ചയായും അതിൽ എല്ലാവർക്കും അഭിമാനിക്കാം. നമ്മുടെ രാജ്യം ഭരിക്കുന്ന മുഴുവൻ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരും ഒക്കെ അഭിമാനിക്കാം. പക്ഷേ കഴിഞ്ഞ 6 വർഷക്കാലം കൊണ്ട് നമ്മുടെ നാട് നേടിയ പുരോഗതിയുടെ, ശക്തിയുടെ പ്രതിഫലനമാണ് ഇന്ന് ലോക രാഷ്ട്രങ്ങൾ പോലും നമ്മുടെ രാജ്യത്തിന് മുന്നിൽ, നമ്മുടെ സർക്കാരിന് മുന്നിൽ നമ്മുടെ അഭിപ്രായം അറിയാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ പ്രസിഡന്റ് ബൈഡൻ വൈറ്റ് ഹൗസിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ പറയുന്ന വാചകം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഉക്രൈനിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്ത്യയുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയുമായി കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ്. അപ്പൊ നമ്മുടെ നാടിന് ലഭിച്ച മുന്നേറ്റം, കഴിഞ്ഞ 6 വർഷക്കാലത്തിൽ ലഭിച്ച മുന്നേറ്റം, ആ മുന്നേറ്റം തീർച്ചയായും നമുക്ക് അഭിമാനകരമായിട്ടുള്ള മുന്നേറ്റമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ ഹിന്ദു സമൂഹവും ഈ മുന്നേറ്റത്തിൽ ഒരുപാട് പങ്കാളിത്തം വഹിക്കാൻ, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ബാങ്കുമായി ബന്ധപ്പെട്ട പരിഷ്കരണങ്ങൾ പറഞ്ഞു. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇതര സമുദായങ്ങൾ നോക്കി പറയാറുണ്ട്, നോക്കൂ അവർക്കാണ് ഈ സംസ്ഥാനത്തെ മുഴുവൻ കച്ചവടം ഉള്ളത് അല്ലെ? എല്ലാവരും പറയാറുണ്ട് കച്ചവടം ചെയ്യുന്നത് മുഴുവൻ മറ്റ് സമുദായത്തിൽപ്പെട്ടവരല്ല, ഹിന്ദുക്കൾക്കിടയിൽ കച്ചവടമില്ല, വ്യവസായം നടത്തുന്നില്ല. എന്താ കാരണം? നമ്മുടെ ആളുകൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല. നമ്മുടെ ആളുകൾ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് കച്ചവടം നടത്താൻ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല. അവർക്ക് ഭയമാണ്, അല്ലെങ്കിൽ അവർക്ക് കച്ചവടം ചെയ്യാൻ, വ്യവസായം ചെയ്യാനുള്ള പണമില്ല. നമ്മുടെ യുവാക്കൾ ഇപ്പോഴും ജോലി തേടി നടക്കുകയാണ്. ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലിക്കാരനായി പോകാൻ, അല്ലെങ്കിൽ സർക്കാർ ജോലിക്ക് വേണ്ടി നമ്മുടെ ചെറുപ്പക്കാർ കാത്തു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഈ ഭരണസമിതിയെ പോലെയുള്ള നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങൾ, ക്ഷേത്ര കമ്മിറ്റികൾ ചില കാര്യങ്ങൾ അവർക്ക് നേതൃപരമായ പങ്കാളിത്തം വഹിക്കാൻ സാധിക്കുന്നത്. മുദ്രാ ലോൺ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ നമ്മുടെ ഹിന്ദു ചെറുപ്പക്കാർക്ക് ലഭ്യമാക്കിക്കൊണ്ട് അവരെ സംരംഭകരാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ക്ഷേത്രങ്ങളിൽ വരുന്ന സമയത്ത് നമ്മുടെ കുടുംബങ്ങളുടെ സാമ്പത്തികമായ ശാക്തീകരണം കൂടി നമുക്ക് നടപ്പാക്കാൻ സാധിക്കണം. നമുക്ക് സാധിക്കും.
ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്രയോ ഈ വിശ്വാസികൾക്കിടയിൽ തന്നെ എത്രയോ ദേശസാൽകൃത മേഖലയിൽ ജോലി ചെയ്യുന്ന മാനേജർമാരുടെ ഉണ്ടായിരിക്കും, എത്രയോ ആളുകളുണ്ടായിരിക്കും. അവരെ കൊണ്ടുവന്ന് ഈ പ്രദേശത്തെ ഹിന്ദുക്കളായിട്ടുള്ള ചെറുപ്പക്കാർക്ക് എങ്ങനെ മുദ്രാരോപണം കിട്ടും, എങ്ങനെ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് പുതിയൊരു സംരംഭം തുടങ്ങാം, അതിനുവേണ്ട പരിശീലനം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും, നിങ്ങളുടെ സ്കില്ല് എങ്ങനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാം, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്ലാസുകൾ എടുക്കാൻ സാധിക്കില്ലേ? നമുക്ക് അത്തരം ക്ലാസുകൾ നടത്തിക്കൂടെ? ഇത് ഈ ഭരണസമിതി മാത്രമല്ല, കേരളത്തിലെ എല്ലാ ക്ഷേത്ര ഭരണസമിതിയും ഇത് ചെയ്യണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ഹിന്ദു കുടുംബങ്ങൾ സാമ്പത്തികമായി ശക്തിപ്പെടുകയുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ പണം ഉണ്ടാവുകയുള്ളൂ. ജോലിക്കാരനായിട്ട് പോയി കഴിഞ്ഞാൽ നിയതമായിട്ടുള്ള ഒരു വരുമാനത്തിനപ്പുറം ജീവിതത്തിൽ എവിടെയും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പൊ സർക്കാർ ജോലിക്കാരനായാൽ ആ ശമ്പളത്തിനപ്പുറം വലിയൊരു ജീവിത സ്വപ്നം കാണാൻ സാധിക്കില്ല. പക്ഷെ ഇന്നത്തെ ലോകം വിശാലമാണ്. ഇന്ന് ഒരുപാട് സാധ്യതകളുള്ള ലോകമാണ്. ഒരുപാട് സാധ്യതകൾ എന്ന് പറയുമ്പോൾ ചില ചെറിയ ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസർ ആരാണ്? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസർ ആരായിപ്പോ? ഒരു മലയാളിയാണ് അല്ലെ? ബൈജൂസ്. ബൈജൂസ് എന്ന് പറയുന്ന ബൈജു എന്ന് പറയുന്ന കണ്ണൂരിലെ ഒരു അധ്യാപകൻ തുടങ്ങിയ ഒരു കമ്പനിയാണ് ഇന്ന് ഒരു കാലത്ത് ബിൽസ് പോലെ അല്ലെങ്കിൽ പെപ്സി പോലെയുള്ള ബഹുരാഷ്ട്ര കോർപ്പറേറ്റുകൾ സ്പോൺസർ ചെയ്തിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ധനാഢ്യമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭരണസമിതി. ആ BCCI എന്ന് പറയുന്നത് അവരുടെ യൂണിഫോം സ്പോൺസർ ചെയ്യുന്നത് ഒരു മലയാളിയാണ്. ഞാൻ ചോദിക്കട്ടെ, ബൈജു എന്ന് പറയുന്ന അധ്യാപകൻ നമ്മളിൽ പലരെയും പോലെ അധ്യാപകരായിട്ടുള്ള ആളുകളെ പോലെ ഒരു സാധാരണ അധ്യാപകനായിരുന്നെങ്കിൽ, ഒരു പാരലൽ കോളേജ് അധ്യാപകനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ നിയതമായ വരുമാനത്തിനപ്പുറം ഒന്നും സമ്പാദിക്കാൻ സാധിക്കില്ലായിരുന്നു, എങ്ങോട്ട് വെക്കാൻ സാധിക്കില്ലായിരുന്നു. പക്ഷെ ബൈജുവിന്റെ മനസ്സിലൊരു ആശയം ഉണ്ടായിരുന്നു. ആ ആശയം എന്ന് പറയുന്നത് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റേതായിരുന്നു. ആ ആശയം അദ്ദേഹം പ്രയോഗവൽക്കരിച്ചപ്പോ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമോ, ഇവിടുത്തെ MLA ഇപ്പൊ ധനകാര്യമന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റിനേക്കാൾ കൂടുതലാണ്, കേരളത്തിന്റെ മുഴുവൻ ബജറ്റിനേക്കാൾ കൂടുതലാണ് ബൈജൂസിന്റെ റവന്യൂ വരുമാനം എന്ന് പറയുന്നത്. ഒരു മലയാളിയുടെ സ്ഥാപനം. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം സുന്ദർ പിച്ചയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വായിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് പോയ ആളാണ്. നോക്കൂ, ഇന്ത്യയിൽ നിന്ന് പോയ ആളുകൾ ഗൂഗിളിന്റെ CEO ആയിരിക്കുന്നു, മൈക്രോസോഫ്റ്റിന്റെ ആപ്പിളിന്റെ ഒക്കെ തലപ്പത്തിരിക്കുന്നു, ഇന്ത്യക്കാരായിട്ട് ആളുകളിരിക്കുന്നു. എങ്ങനെ സംഭവിച്ചു? ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ആശയങ്ങൾ, ആ ആശയങ്ങളെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ വലിയ സ്ഥാപനമായി മാറുന്ന, വലിയ സംവിധാനങ്ങളായി മാറുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആപ്പിൾ ഒരു ഐഡിയ ആയിരുന്നു, ഗൂഗിൾ ഒരു ഐഡിയ ആയിരുന്നു, ഒരു ആശയമായിരുന്നു, ബൈജൂസ് ഒരു ആശയമായിരുന്നു. ആ ആശയത്തിനെ അവർ പ്രയോഗവൽക്കരിച്ചപ്പോ വളരെ പെട്ടെന്ന് തന്നെ ലോകം മുഴുവൻ കീഴടക്കാൻ കഴിയുന്ന വലിയ സംവിധാനങ്ങളായിട്ട് മാറി. ഇന്ന് പഠിക്കുന്ന കുട്ടികൾ ബൈജൂസിന്റെ ആപ്പില്ലാതെ പഠിക്കുന്ന എത്ര കുട്ടികളുണ്ട്? ഗൂഗിൾ ഇല്ലാത്തൊരു ലോകത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ആപ്പിളിന്റെ ഫോൺ, ഐഫോൺ എത്രയോ ആളുകൾ ഉപയോഗിക്കുന്നു, അതിന്റെ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ ആശയങ്ങൾ, ആ ആശയങ്ങളെ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന അത് വേണ്ട പിൻബലം ഇന്ന് നമ്മുടെ സർക്കാരുകൾ നൽകുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ഒക്കെ നൽകുന്നുണ്ട്. അത്തരം പദ്ധതികൾ, ആ പദ്ധതികൾ കണ്ടെത്തി ഹിന്ദു യുവാക്കളുടെ മുന്നിൽ അവതരിപ്പിച്ച് നിങ്ങൾക്ക് ആശയമുണ്ടെങ്കിൽ ആ ആശയം നടപ്പാക്കാൻ ഞങ്ങൾ സഹായിക്കാം, അതിനുവേണ്ട പ്രേരണ നൽകാം, പിന്തുണ നൽകാം എന്ന് പറയാൻ, അവരെ പ്രചോദിപ്പിക്കാൻ നമ്മുടെ ക്ഷേത്ര ഭരണസമിതികൾക്ക് ഇത്തരം കൂട്ടായ്മകൾ സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ ഒരു സമൂഹം മുഴുവൻ രക്ഷപ്പെടും. ഒരു 10 സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ ആ 10 സ്ഥാപനത്തിൽ തൊഴിൽ കിട്ടാൻ പോകുന്നത് 100 പേർക്കോ 200 പേർക്കോ ഒക്കെ ആയിരിക്കും. അങ്ങനെ നിരവധി കുടുംബങ്ങൾ രക്ഷപ്പെടും. ആ രീതിയിലേക്ക് നമ്മുടെ ക്ഷേത്രങ്ങൾ മാറണം. അതിന്റെ കാലമായി. നമ്മള് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പലപ്പോഴും തൊട്ടപ്പുറത്തെ വീട്ടിലെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാള് ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുന്നത് കണ്ട് അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതില് അവരോട് എന്തെങ്കിലും അസൂയ തോന്നിയിട്ട് കാര്യമില്ല. മറിച്ച് വെറും ജോലിക്കാരായിട്ട് മാത്രം ഇരിക്കാൻ അത്ര റിസ്ക് ഒന്നും എടുക്കണ്ട. നമ്മുടെ കുട്ടിയോട് അതല്ലേ പറയാ, ജോലി വാങ്ങണം, പഠിച്ച് ജോലി വാങ്ങണം. അങ്ങനെയല്ല, പഠിച്ച് സംരംഭകനായി മാറാൻ നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കാൻ സാധിക്കണം. എന്റർപ്രണറായി മാറാൻ നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ കേരളത്തിലെ ഹിന്ദു സമൂഹം രക്ഷപ്പെടുകയുള്ളൂ. കേരളത്തിലെ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലെ ഹിന്ദു സമൂഹമാണെങ്കിലും കർണാടകയാണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും ഒക്കെ എങ്ങനെയാ അവർ മുന്നോട്ട് പോകുന്നത്?
ഞാൻ കേട്ടു ഗുജറാത്തിലെ ഹിന്ദു ചെറുപ്പക്കാർ ആദ്യത്തെ ബിസിനസ്, ഞാൻ കേട്ട കാര്യം കേട്ടോ, ആദ്യത്തെ ബിസിനസ് ചെയ്ത് കോടികൾ ഉണ്ടാക്കിയ ആളാണെങ്കിൽ ആ ഹിന്ദു ചെറുപ്പക്കാരന് കല്യാണം കിട്ടാൻ ബുദ്ധിമുട്ടാണ്, വിവാഹം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി പറയാം. 1 or 2 ബിസിനസ് ചെയ്ത് തകർന്ന ശേഷം 3ാമത്തെ ബിസിനസ് സക്സസ് ആക്കിയ ആളാണെങ്കിൽ അയാൾക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. അപ്പൊ ബിസിനസ് ചെയ്ത് നല്ല അനുഭവ പരിചയമുള്ള ആളുകൾക്ക് കൂടുതൽ സാധ്യതകളാണ് അവിടെ കൊടുക്കുന്നത്. സർക്കാർ ജോലിക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നില്ല. സർക്കാർ ജോലിക്ക് പോയാൽ 25,000, 30,000, 50,000 പ്രതിമാസം ശമ്പളം കിട്ടുമെങ്കിൽ 50,000, 1 ലക്ഷം, 2 ലക്ഷം, 10,000 പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന, അത്തരത്തിൽ ശമ്പളം കൊടുക്കാൻ സാധിക്കുന്ന സംരംഭകനായിട്ട് മാറാൻ ഗുജറാത്തിലെ ഹിന്ദു സമൂഹത്തിന് സാധിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. തന്റെ എംപ്ലോയീസിന് മുഴുവൻ ദീപാവലി ഗിഫ്റ്റായി വലിയ ആഡംബര കാറുകൾ കൊടുത്ത, 1000കണക്കിന് ആഡംബര കാറുകൾ കൊടുത്ത ഒരു വ്യവസായിയുടെ മകൻ പേര് മാറ്റി ഒരു സാധാരണക്കാരനായി കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ വന്ന് ജോലി ചെയ്തിരുന്ന വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ അച്ഛൻ മകനെ ജീവിതം പഠിപ്പിക്കാൻ വേണ്ടി ജോലിക്കാരനായി, സാധാരണ ജോലിക്കാരനായി കേരളത്തിലേക്ക് അയച്ച വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം തിരിച്ചുപോയി ആ കമ്പനിയിൽ കുറെ മാസങ്ങൾ ഇവിടെ ജോലി ചെയ്ത് താൻ ആരാണെന്ന് വെളിപ്പെടുത്തി തന്റെ ഒപ്പം ജോലി ചെയ്യുന്നവർക്കൊക്കെ വലിയ സമ്മാനം കൊടുത്ത മകൻ തിരിച്ചുപോയി ആ കമ്പനിയുടെ മുകളിലെത്തി ആ അച്ഛൻ കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തെ നിന്ന് നയിക്കുകയാണ്. പക്ഷെ കേരളത്തിൽ നമുക്ക് എത്ര സംരംഭങ്ങളുണ്ട്, വ്യവസായങ്ങളുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ഹിന്ദു സമൂഹം സംരംഭകരായി മാറിയാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കാൻ കഴിയും, നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാർ മുഴുവൻ സംരംഭകരായിരുന്നു. നമ്മള് ആശ്രമങ്ങളിലേക്ക് പോകുന്നുണ്ടല്ലോ, നമ്മളെല്ലാ ആശ്രമങ്ങളിലും പോയി കഴിഞ്ഞാൽ അവിടെ പോയി തൊഴുതും അല്ലെങ്കിൽ അനുഗ്രഹം വാങ്ങിക്കും. അതിനപ്പുറം അവർ നൽകുന്ന സന്ദേശം ആരും ഉൾക്കൊള്ളുന്നില്ലല്ലോ. ശ്രീനാരായണ ഗുരുദേവൻ എന്താ പറഞ്ഞത്? ഗുരുദേവൻ പറഞ്ഞത് വ്യാപാരം നടത്താനാണ് വന്നത്. ചന്ദ്രിക സോപ്പ് എങ്ങനെയാ ഉണ്ടായത്? ഗുരുദേവനാണ് എല്ലാവരും വെണ്ണീർ തേച്ച് കുളിക്കുന്ന കാലത്ത് ചന്ദ്രിക സോപ്പ് ഉണ്ടാക്കിയത്. എല്ലാവരും പുല്ലുകൊണ്ട് വീട് മേഞ്ഞിരുന്ന കാലത്ത് ഓട്ട് ഫാക്ടറി ഉണ്ടാക്കിയത് ഗുരുദേവനാണ്. ആ ഓട്ട് ഫാക്ടറിയുടെ കണക്ക് നോക്കാൻ പോകുന്ന സമയത്താണ് കുമാരനാശാൻ ബോട്ടവർത്തി മേയ്ക്കുന്നത്. അല്ലേ? സംരംഭകനാവാനാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്. ഹിന്ദു സമൂഹത്തോട് അല്ലാതെ 24 മണിക്കൂർ കൊണ്ട് ഭജിക്കാനല്ല പറഞ്ഞത്. ആത്മീയത വേണ്ടെന്നല്ല. നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാർ മുഴുവൻ നല്ല 1ാം തരം സംരംഭകരായിരുന്നു. അത് മന്നത്താചാര്യൻ ഉൾപ്പെടെയുള്ളവർ നല്ല സംരംഭകരായിരുന്നു. അവരാണ് മഹാപ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുത്തത്. ആ മഹാപ്രസ്ഥാനങ്ങളുടെ തണലിലാണ് ഇന്നും കേരളത്തിലെ ഹിന്ദു ജനത ജീവിക്കുന്നത്. അല്ലേ? ഇന്നും ജീവിക്കുന്നത്. നമ്മുടെ ആചാര്യന്മാർ, ഇപ്പോഴുള്ള ആചാര്യന്മാർ നോക്കൂ. ശ്രീ രവിശങ്കർ, അമ്മ അമൃതാനന്ദമയി ദേവി, അതല്ലെങ്കിൽ ബാബ രാംദേവ് ജി, ഇവരൊക്കെ നല്ല സംരംഭകരല്ലേ, നല്ല എന്റർപ്രണേഴ്സ് അല്ലേ? അവരുടെ സന്ദേശം അത് ആത്മീയ തലത്തിൽ മാത്രം ഉൾക്കൊള്ളാതെ ഭൗതിക തലത്തിൽ കൂടി ഈ ആത്മീയ ആചാര്യന്മാർ നൽകുന്ന സന്ദേശം ഉൾക്കൊള്ളാൻ നമ്മുടെ സമൂഹം, ഹിന്ദുക്കൾ തയ്യാറായാൽ മാത്രമേ കേരളത്തിലെ ഹിന്ദു സമൂഹം രക്ഷപ്പെടുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ഉത്സവ പരിപാടികൾ, ഇന്ന് നടക്കുന്ന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഒപ്പം ഇവിടെ നടത്തുന്ന ഈ ഉത്സവം മനോഹരമായ രീതിയിൽ പൂർത്തീകരിക്കാനും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടാനും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം. കൃതജ്ഞത. 2022 തിരുവുത്സവം കൺവീനർ ആർ ശശിധരൻ ആചാര്യ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, തൃക്കടയൂർ ദേവസ്വം ഭരണസമിതിയുടെ വൈസ് പ്രസിഡന്റ് ആർ പുരുഷോത്തമൻ ഉണ്ണിത്താൻ അവർ, ഭരണസമിതിയുടെ ആദരണീയായ ജനറൽ സെക്രട്ടറി ജി എസ് രാമൻപിള്ള അവർ, തൃക്കടയൂർ ദേവസ്വം ഭരണസമിതിയുടെ ഖജാൻജി ബഹുമാനായ സി അനിൽകുമാർ, നമ്മുടെ ഈ കൊടിയേറ്റ് പൊതുയോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ പ്രശസ്ത വാഗ്മി ബിജെപിയുടെ വക്താവുമായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ അവർ, ബഹുമാനായ മുരളീധരൻ, നമ്മുടെ കൊടിയേറ്റിന്റെ സമയം
ഏറെക്കുറെ സമാഗമായിരിക്കുകയാണ്. കൃതജ്ഞത പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ സമയത്തിൻ്റെ പരിമിതി മൂലം എൻ്റെ കർത്തവ്യത്തിലേക്ക് നേരിട്ട് ഞാൻ കടക്കുകയാണ്. നമ്മുടെ അധ്യക്ഷ പദവി അലങ്കരിച്ചിരിക്കുന്ന തൃക്കടിയൂർ ദേവസ്വം ഭരണസമിതിയുടെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് ശ്രീ പുരുഷോത്തമൻ ഉണ്ണിത്താൻ അവർക്ക് ഈ ഉത്സവ കമ്മിറ്റിയുടെ പേരിലും തൃക്കടിയൂർ ദേവസ്വം ഭരണസമിതിയുടെ പേരിലും ഹാർദവമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫംഗ്ഷൻ, അതായത് 2022 ഈ വർഷത്തെ കൊടിയേറ്റ് പൊതുയോഗം, നമ്മുടെ ഈ മഹാസമ്മേളനം ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ വാഗ്മിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ വക്താവുമായ ഏറ്റവും ആദരണീയനായ സന്ദീപ് ബാനർജി അവർക്ക് ക്ഷേത്ര ഭരണസമിതിയുടെ പേരിലും ഉത്സവ ആഘോഷ കമ്മിറ്റിയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലുമുള്ള ഹാർദവമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച് നമ്മുടെ ക്ഷേത്രത്തിലെ വികസന കാര്യങ്ങളെ പറ്റി വളരെ സവിസ്തരം നമ്മളെ ബോധ്യപ്പെടുത്തിയ നമ്മുടെ ഭരണസമിതിയുടെ മുൻ പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ തന്നെ ഇപ്പോൾ ഖജാൻജി പദം അലങ്കരിച്ചിരിക്കുന്ന ബഹുമാനായ ശ്രീ അൽകുമാർ അവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ നമ്മുടെ ഈ ഭരണസമിതിയുടെ ജനറൽ സെക്രട്ടറി ജി സേവമുള്ള അവർ ഈ തിരുവുത്സവത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് അക്ഷീണമായിരിക്കുകയാണ്. അതിലുപരി സപ്താഹത്തിനും അതുപോലെ തന്നെ സ്കന്ദശക്തി എല്ലാ വിശേഷാദികൾക്കും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ജി സോമപിള്ള അവർക്കും നന്ദി, ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ നമ്മുടെ ഈ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള ഏറം, താഴം, ഇടപെട്ട എന്നീ കലകളിലെയും അതുപോലെ തന്നെ ഇതര പ്രദേശങ്ങളിലെയും എല്ലാ സംഘടനകൾക്കും, ഭരണസമിതി അംഗങ്ങൾക്കും, ക്ഷേത്ര ജീവനക്കാർക്കും, മറ്റെല്ലാ വ്യക്തികൾക്കും ഹാർദമായ ഹൃദയമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. യോഗം പരിരസിച്ചു